മുത്തൂസ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് ഞങ്ങൾ തേക്കിൻകാട് കാർണിവലിലാണ് വന്നത്. അപ്പൊ നമുക്ക് പോയാലോ?
അങ്ങോട്ട് കയറണ്ട. സെറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കണ്ട് അദ്ദേഹം ഇവിടെ എത്തുമ്പോൾ നമ്മുടെ കുറച്ച് കുരുന്നുകൾ ചേർന്ന് ഇവിടെ ഒരു ഡാൻസ് അവതരിപ്പിച്ചിരുന്നു. അത് കാണാനായിട്ട് അദ്ദേഹം ഉണ്ടാവും. അപ്പോ അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും ആ കുട്ടികൾക്ക് ഗംഭീര ഒരു പ്രോത്സാഹനം. അവർ നേരത്തെ നിർത്തി പോയത് കൊണ്ട് തന്നെ അവർക്ക് കുറച്ച് വിഷമമാണ്. അപ്പൊ അവർക്ക് വേണ്ടി ഒരു വലിയ കൈയടി എല്ലാവരും ചേർന്ന് കൊടുത്തേ. താങ്ക് യു. ആ കുട്ടികളെ ഞാൻ വേദിയിലോട്ട് തിരിച്ചു കൊണ്ടുവരാം. എനിക്ക് അവിടെ ചെന്ന് അദ്ദേഹത്തെ സ്വാഗതം ചെയ്ത് നിങ്ങളുടെ ഇടയിൽ കൂടെ തന്നെയാണ് കൊണ്ടുവരാൻ പോകുന്നത്. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടുകൂടി, ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട നമ്മുടെ മെമ്പർ ഓഫ് പാർലമെന്റ് ഓഫ് തൃശൂർ, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട സുരേഷ് ഗോപിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവാണ്. അതിന് ഇച്ചിരി സമയം കൂടി. നിങ്ങളെല്ലാരും കാത്തിരുന്നത് പോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട മന്ത്രി, ബഹുമാനപ്പെട്ട MP അദ്ദേഹം ഇവിടെ എത്തിക്കഴിഞ്ഞു. അദ്ദേഹം ഒരു ഇച്ചിരി സമയത്തിനുള്ളിൽ വേദിയിലേക്ക് എത്തുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ വഴിയെല്ലാം നമ്മുടെ ആ സെക്യൂരിറ്റിക്കാർ പലയിടത്താക്കിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങളുടെ നടുക്കൂടെ തന്നെ കൊണ്ടുവരാനായിട്ട് പുലികളിയുടെ മേളത്തോടുകൂടി, ചെണ്ടമേളത്തോടുകൂടി, ബാൻഡ് മേളത്തോടുകൂടി നമ്മൾ സ്വീകരിക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയെ, നമ്മുടെ ബഹുമാനപ്പെട്ട MP-യെ, തൃശ്ശൂരിന്റെ കേരള
ഞാന് എല്ലാരും ചേട്ടനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എല്ലാരും എഴുന്നേറ്റ് നിന്നാണ്. ചേട്ടൻ പറഞ്ഞു ദയവേത് എല്ലാരും ഒന്ന് ഇരിക്കുക എന്ന് പറഞ്ഞു. ദയവേത് എല്ലാരും ഇരിക്കുക. എല്ലാവർക്കും ബാക്കിലുള്ളവർക്കൊക്കെ കാണാനും സൗകര്യം അത് തന്നെ ആയിരിക്കും. ഇരിക്കാൻ പറ്റുന്നവരെല്ലാം ഇരിക്കുക. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് അവിടെ നാട്ടിൽ സ്നേഹത്തോടെ ബഹുമാനത്തോടെ പറയാൻ കഴിയും, ജനങ്ങളുടെ ഇടയിൽ ഇന്നും ജനനായകനായി, ഇന്നും ജയിപ്പിച്ച് വിട്ടുകഴിഞ്ഞ് തിരിഞ്ഞു നോക്കാത്ത ആളല്ല. എല്ലാ ദിവസവും കഴിയുന്ന എല്ലാ ദിവസവും തൃശ്ശൂരിൽ എത്തുന്ന നിങ്ങളുടെ മെമ്പർ ഓഫ് പാർലമെന്റ്, കേരളത്തിന് വേണ്ടി കേന്ദ്രത്തിൽ ഒരു മന്ത്രി, അത് മറ്റാരുമല്ല. നിസ്സംശയം പറയാൻ കഴിയും. ഈ പറയുന്നത് നിങ്ങൾക്ക് തന്നെ സ്വയം ചോദിച്ച സത്യമാണെങ്കിൽ ഒരു വലിയ കൈഡി തന്നെ. സുരേഷ് ചേട്ടാ, welcome back to Dubai. Are you ready to hear him speak? Tekingadu Maidanam, are you ready to hear him speak? That's more like it. Suresh, കൊടുക്കട്ടെ മൈക്ക്? ഒരു വലിയ കൈഡി അങ്ങനല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. നമസ്കാരം. പ്രിയപ്പെട്ട തൃശ്ശൂരിന്, പൂരപ്പറമ്പിന്, വടക്കുന്നാഥ ക്ഷേത്ര മൈതാനം, തേക്കിൻകാട് മൈതാനത്തിന്, പൂരത്തിന് സമാനമായ ഒരു മിനിയേച്ചർ റെപ്ലിക്ക തന്നെ ഇവിടെ ഉണ്ടെന്ന് പറയാം. പക്ഷേ അത് ദുബായിൽ സംഭവിക്കുമ്പോൾ പൂരത്തിനോളം ഒരു വലിയ സംഗമം ഇവിടെ ഉണ്ടായി എന്ന് തന്നെ വളരെ ആനന്ദത്തോടെ, വളരെ അഭിമാനത്തോടെ നിങ്ങളെ അഭിനന്ദിക്കേണ്ടി വരുന്നു. എല്ലാവരും വന്ന് ഒത്തുകൂടിയതിനും എനിക്ക് സത്യത്തിൽ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് തന്നെ തത്സമയത്തെ അവസ്ഥയും അങ്ങനെ തന്നെയാണ്. ഒരു ദൂരയാത്രയ്ക്ക് പോയി ഒഫീഷ്യൽ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം തിരിച്ചു പോകുന്ന വഴിക്ക് വളരെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. വളരെ ഇമോഷണലായിട്ട് ഞാൻ മനസ്സിലാക്കിയത്, നിങ്ങളിവിടെ ഒരുപക്ഷെ ഈ പരിപാടിയിൽ നിങ്ങളെ കാണാതെ നിങ്ങളെ മോഹിച്ച്, എന്നെ കാണാതെ നിങ്ങൾ മോഹിച്ച് ഒരുപക്ഷെ എനിക്ക് തിരുവനന്തപുരത്തിന് പോകേണ്ട ഒരു കണക്ഷൻ മാത്രമാണ് അറേഞ്ച് ചെയ്തിരുന്നത്. അതൊരു ട്രാൻസിറ്റിൽ എക്സിറ്റ് എന്ന് പറയുന്നത് ബഹുമാനീയനായ പ്രധാനമന്ത്രിയുടെ ശ്രീ നരേന്ദ്രമോദിജിയുടെ അവസാന നിമിഷ തീരുമാനമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് എനിക്കൊന്ന് പുറത്തേക്ക്, അതും എൻ്റെ കൂടെ കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥരെല്ലാവരുമുണ്ട്. അവർ സഹായിച്ചതിൻ്റെ പേരിലാണ് എനിക്കിവിടെ എത്താൻ സാധിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണൻ സാർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. സ്റ്റീഫനും കല്യാണിയും വലിയൊരു സംഘവും ഇവിടെ നല്ല സ്റ്റീഫൻ and all the singers, musicians. രേഷ്മ വരൂ. അനില please come. വയലിനിൽ ആരാണ്? വേദ. ഒരുപാട് സന്തോഷം. കുറച്ച് നേരത്തേക്കാണെങ്കിലും എനിക്ക് വേഗം തന്നെ തിരിച്ചുപോയി അടുത്ത കണക്ഷൻ ഫ്ലൈറ്റ് എടുത്ത് പോകാനുള്ളത് കൊണ്ട് ഞാൻ അധികം നേരം ഇവിടെ, സത്യത്തിൽ എന്നെ സംബന്ധിച്ച് ഇത് ഒരു പുനരുജ്ജീവനം പോലെ തന്നെയാണ്. ഞാൻ ഇതുപോലെ ഒരു കലാസന്ധ്യയിൽ ദുബായിൽ വന്ന് പങ്കെടുത്തിട്ട് ഏകദേശം 7 വർഷമാവും. അപ്പോൾ
പ്രവർത്തന മേഖലയുടെ ഡിമാൻഡുകൾ അനുസരിച്ച് സേവനത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച സമയം കഴിച്ച് ഒരുപക്ഷെ മറ്റു ചില കാരണങ്ങൾ കൊണ്ടും ഒരുപക്ഷെ ഇങ്ങനെ വന്ന് നിങ്ങളുമായി ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് സംവദിക്കാനുള്ള മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ സമയപരിമിതി മൂലം നമുക്ക് എല്ലാവർക്കും ചേർന്ന് കൈ ഉയർത്തി ഒരു കൈയടി കൊടുത്ത് ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ചേട്ടനെ വേദിയിലോട്ടൊന്ന് സ്വാഗതം ചെയ്യും. Consul General, sir. കണ്ട ആൾക്കാർ മാത്രം ശരി ബഹളം വെച്ചേ. ലോകയിലെ ചന്ദ്ര ഇഷ്ടമുള്ളവർ മാത്രം ബഹളം വെച്ചേ. That's for you, Kalyani. All the love from the whole of Kerala. ആ അറ്റം തൊട്ട് ആ അറ്റം വരെയും ഈ അറ്റം തൊട്ട് ആ അറ്റം വരെയും നിൽക്കുന്നത് മുഴുവൻ കല്യാണി ഫാൻസ് ആണ്. And Kalyani, we love you. അത് ചിത്രത്തിലെ കല്യാണിയുടെ അച്ഛന്റെ ഡയലോഗാണ്. You are the queen of my kingdom and we love you, Kalyani. പക്ഷെ കല്യാണി സംസാരിച്ചു തുടങ്ങണമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി സ്നേഹം കാണിക്കണം. All the ladies in the house who love Kalyani, make some noise. All the gentlemen, make some noise. And that's for you, Kalyani. നമുക്ക് കുറച്ചുകൂടി ബാക്കിലോട്ട് നിൽക്കാം. അതാവുമ്പോ എനിക്ക് തോന്നുന്നു ക്യാമറയ്ക്കും ഇതിനൊക്കെ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കല്യാണി നിൽക്കവേ തന്നെ പറയട്ടെ, ഹോളിവുഡിന് മാത്രം സാധ്യമാവുന്നതെന്ന് കരുതിയ ഒരു കാര്യം ഈ കൊച്ചു മലയാളം കാണിച്ചു കൊടുത്തത് കല്യാണിയിലൂടെ, ചന്ദ്രയിലൂടെ, ലോകയിലൂടെ. അതിനൊരു ഉഗ്ര കൈഡി ആ ടീമിനോട് 300 crores മലയാള സിനിമ ഡ്രീം ചെയ്തിട്ടില്ല. അതും
നമുക്കറിയാം, നമ്മൾ ലാലേന്റെ മമ്മൂക്കയൊക്കെ വെച്ച് കോടിക്കണക്കിന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കല്യാണി കുട്ടിയെ വെച്ചിട്ട് 300 കോടി സ്വന്തമാക്കാന്ന് പറഞ്ഞാൽ how do you feel right now? Honestly, ഇത് ഒരു സറിയൽ അടിപൊളി ഫീലിംഗ് ആണ്. പക്ഷെ ഇത് എന്റെ വിജയം മാത്രമല്ല, ഇത് ഈ സിനിമയ്ക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത എല്ലാ ക്രൂ മെമ്പേഴ്സിന്റെയും കാസ്റ്റ് മെമ്പേഴ്സിന്റെയും വിജയമാണ്. പിന്നെ ഈ സിനിമ ഇത്രയും വലുതാക്കിയ മലയാളികളുടെ വിജയമാണ്. പിന്നെ ഓണസ്റ്റ്ലി തിയേറ്റേഴ്സിലേക്ക് പിന്നെയും പോയി ലൈക്ക് വീണ്ടും വീണ്ടും നമ്മൾ റിപ്പീറ്റ് ഓഡിയൻസ് അവരുടെ വിജയമാണ്. ഇത് നമ്മുടെ വിജയമാണ്. That's how I've seen it. That's why it's special. Absolutely, we all think. കാരണം കല്യാണിക്കുട്ടിക്ക് ആ വിജയം വരുമ്പോ നമുക്ക് നമ്മുടെ വീട്ടിലൊരു കുട്ടിക്ക് കിട്ടിയതുപോലെയാണ്, അല്ലേ? സത്യമല്ലേ? അതായത് നമ്മുടെ ആലോചിക്കണം. ഞാൻ ചോദിക്കണം, വെച്ചാൽ നായികയായിട്ടല്ല വന്നത്, ഒരു അസിസ്റ്റന്റ് പ്രൊഡക്ഷൻ ഡിസൈനറായി സെറ്റിൽ ഒരു സൈഡിൽ ഒതുങ്ങിക്കൂടി ഇന്ന് മലയാളത്തിലെ ഏറ്റവും വില കൂടിയ ചിത്രത്തിൽ അഭിനയിച്ച ആളെന്നുള്ള രീതിയിൽ നിൽക്കുമ്പോ അത് എല്ലാവർക്കും ഇൻസ്പയറിംഗ് ആണ്. Tell us a short bit about that journey. ആ ജേർണി ഒന്ന് പറ. അച്ഛനാണോ പറഞ്ഞത് എല്ലാ സിനിമയും ചെയ്യണമെന്നുള്ളത്? Did he tell you? അച്ഛൻ ഒരിക്കലും ഞാൻ സിനിമയിൽ വരുമെന്ന് I don't think he ever thought that in his life. Okay. അച്ഛന്റെ ആഗ്രഹം അല്ലായിരുന്നു. True, yeah. അച്ഛന് ഇഷ്ടമല്ലായിരുന്നു. ആണോ? And obviously see, അച്ഛന്റെ കരിയറിൽ കുറെ ups and downs അച്ഛൻ കണ്ടിട്ടുണ്ട്. And obviously ഒരു അച്ഛൻ ഒരിക്കലും കുട്ടികൾ അങ്ങനെ അതേ എക്സ്പീരിയൻസ്, അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് അവര് ആഗ്രഹിക്കില്ല. സോ ഐ തിങ്ക് ഐ ഡോണ്ട് നോ, he was very skeptical അല്ലേ? അച്ഛനൊരു സ്കെപ്റ്റിക് ആണ്, ഭയങ്കര ഹെസിറ്റന്റ് ആയിരുന്നു, ഇന്നും ഹെസിറ്റന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഈ സക്സസ് കണ്ടിട്ടും അച്ഛൻ എപ്പോഴും അയ്യോ ഇപ്പൊ അടുത്ത സിനിമ ഇങ്ങനെയായിരിക്കും, അടുത്ത സിനിമയില് എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ അച്ഛൻ എപ്പോഴും പറയല്ലേ? അച്ഛൻ എപ്പോഴും അങ്ങനെയാണ്. സോ very big crowd അയ്യോ. Thank you so much. എന്താ I'm a big fan. ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനൊരു വേദി കിട്ടിയതില്. ബിഗ് താങ്ക് യു ടു ഫ്ലവേഴ്സ് ആൻഡ് ടേക്കിംഗ് ഗാർഡ് മൈതാനം കൂട്ടായ്മ. വെരി ഷോർട്ട് നോട്ടീസിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്പേസ് തന്നേലും ഇത്രയും ടൈം തന്നേലും വെരി ഹാപ്പി. നമ്മുടെ ഗോൾഡൻ സ്റ്റാർ അല്ലേ കല്യാണി? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, യു ആർ ഫ്രം അവർ ഹൗസ്. ഏത് ഭാഷ എന്നുള്ളതും പ്രശ്നമല്ല, ഏതാണെങ്കിലും നമ്മളെ കണ്ടിരിക്കും. ഡ്യുവൽ ലാംഗ്വേജ് ഓഫ് കോഴ്സ്.